നമുക്കിന്ന് പഴം വെച്ചിട്ട് ഒരു അടിപൊളി സ്നാക്ക് ഉണ്ടാക്കിയാലോ. ഒരുപാട് പഴുത്ത പഴങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമ്മളത് കഴിക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് മടിയാണല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ല ഈസി ആയിട്ട് കഴിക്കുകയും ചെയ്യും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡുമാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 4 മുട്ട, അത് നമ്മൾ എടുക്കുന്ന ഓരോ പഴത്തിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചായിരിക്കും കേട്ടോ മുട്ടയുടെ ഇതൊക്കെ വരുന്നത്. അപ്പം ഞാനിപ്പോൾ ഒരു 4 മുട്ട എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം കേട്ടോ. നാല് മുട്ട വെച്ചിട്ടോ 2 മുട്ട വെച്ചിട്ടൊക്കെ ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം 2 മുട്ടയോ ഒരു മുട്ട വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഞാനിപ്പോൾ 4 മുട്ടയുടെ ഇതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. എന്നിട്ട് അതിനൊപ്പം തന്നെ നമുക്ക് അതിലേക്ക് ഇത്തിരി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായത്. അത് മധുരം കഴിക്കാൻ പാടില്ലാത്തവരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്തേക്ക് കേട്ടോ. പിന്നെ ഒരു ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒരിത്തിരി ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് പാലും മൈദപ്പൊടിയും കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ നിറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത്തിരി പാൽപ്പൊടി കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്താൽ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അതില്ലെങ്കിൽ കുഴപ്പമില്ല, പാലൊഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്തിരി പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് 2-3 ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. നന്നായിട്ടെല്ലാം പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി വരുന്നത് വരെ അടിച്ചെടുക്കുക കേട്ടോ. പിന്നെ ഞാനിവിടെ അധികം പഴുത്തിട്ടൊന്നുമില്ല. അങ്ങനെ 2 പഴമാണ് എടുത്തിരിക്കുന്നത്. 2 പഴം വെച്ചിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതെല്ലാ ഭാഗത്തേക്കും ഒന്ന് പുരട്ടി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും പുരട്ടി കൊടുത്തതിന് ശേഷം ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് സൈഡിലൊന്നും പിടിക്കുക. നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ അതിൽ പിന്നെ അടി പിടിക്കത്തില്ലല്ലോ, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലുള്ള പാത്രങ്ങളിലാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ എല്ലാ വശത്തും ഒന്ന് നെയ്യ് നന്നായിട്ട് പുരട്ടി കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് നിങ്ങളുടെ കയ്യിലുള്ള കാഷ്യൂനട്ട് മുന്തിരി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനൊപ്പം തന്നെ ഈ പഴവും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് നേരിയതായിട്ട് ഒന്ന് കളറ് മാറി വരുമ്പോഴത്തേക്കും നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന കൂട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം കേട്ടോ. നന്നായിട്ടൊരു 5 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമ്മൾ ഉപയോഗിക്കാത്ത ദോശക്കല്ലൊക്കെ ഉണ്ടാവില്ലേ, അതൊന്നും അതിൻ്റെ അടിയിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് ഹീറ്റാക്കിയതിന് ശേഷം വീണ്ടും ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇതൊരു അരമണിക്കൂറെങ്കിലും ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു വശം നന്നായിട്ട് ആയതിന് ശേഷം നമുക്കത് വേറൊരു പാനിലേക്ക് മറിച്ചിട്ട് 2 വശമൊന്നും ആക്കിയെടുക്കാം കേട്ടോ. അത് 2 പാനിലും നല്ലതുപോലെ നെയ്യ് വരട്ടിയെടുക്കണം മറിച്ചിടുന്ന സമയത്ത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് കുക്കായി വരട്ടെ കേട്ടോ. ഇതിപ്പോൾ ഒരു വശം അടിഭാഗം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. മറ്റേ വശം കൂടി നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണിത്. അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. കുട്ടികളൊക്കെ പഴം കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് അവർ കഴിച്ചോളും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.